സൈദ്ധാന്തിക ടീം 2 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും. അപ്പോഴേക്കും എനിക്ക് പൂർണ്ണമായും തയ്യാറാകണം. ഇന്ന് എന്റെ ടീമിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. എല്ലാം ഏതാണ്ട് പെർഫെക്റ്റ് ആയി. എനിക്ക് റൈറ്റ് ബാക്ക് മാറ്റണം. ബോക്സിൽ നിന്ന് ഏറ്റവും പുതിയ സാധനം തിരികെ കൊണ്ടുവരണം. അത് ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്ന അപ്ഗ്രേഡുകളിൽ ഒന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡോട്ടുകൾ വരുന്നു. ഈ സ്റ്റാർ ഷാഡുകൾ പോലെ എനിക്ക് ധാരാളം ഉണ്ടായിരിക്കണം. ഇപ്പോൾ എനിക്ക് 2000 സ്റ്റാർ ഷാഡുകൾ മാത്രമേ ഉള്ളൂ. അത് വളരെ കുറവാണ്, കള്ളം പറയില്ല. അതിനാൽ ഇന്നത്തെ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും കുറഞ്ഞത് 50,000 മുതൽ 70,000 വരെ ഷോട്ടുകൾ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഷോ ആരംഭിക്കാം സുഹൃത്തുക്കളെ. ആദ്യം നമ്മൾ സ്യ ബോക്സിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നു. ആദ്യം ഇത് സൗജന്യ സാധനങ്ങളും 0 FC പോയിന്റുകളുമായിരിക്കും. പിന്നെ നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും അത് നല്ലതല്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്കറിയാമോ, സൺ 80 അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ബോക്സിലുള്ള കളിക്കാർ എന്തുതന്നെയായാലും എല്ലായ്പ്പോഴും അവസാന പാക്ക് വരെ അത് എടുക്കും. അതിനാൽ നിങ്ങളോട് നീതി പുലർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അതെ, അത് അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ആദ്യത്തേത് നല്ലതൊന്നുമില്ല. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതിന് 50 FC പോയിന്റുകൾ. അതിനാൽ അത് അങ്ങനെയല്ലെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു. അത് അങ്ങനെയല്ല, കാര്യമാക്കേണ്ടതില്ല. ആദ്യ വാക്ക് ഔട്ട് ഉപയോഗിച്ച് തന്നെ അത് എന്തെങ്കിലും നല്ലതാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് 25 ഷാഡുകളോ സാൻകാർഡോ ആണെങ്കിൽ അത് സ്വർണമായിരിക്കും. ശരി, അത് ഓർമ്മിക്കുക. ഇതാ നമ്മൾ പോകുന്നു. ഇപ്പോൾ വീണ്ടും അതുതന്നെ. അത് വെറും 000 രത്നങ്ങൾ. അത് നല്ലതല്ല, അത് നല്ലതല്ല. ശരി, അടുത്തത് 350 FC പോയിന്റുകളായിരിക്കും. പിന്നെ കാര്യമാക്കേണ്ടതില്ല. ഇത് 5000 രത്നങ്ങൾ സുഹൃത്തുക്കളെ. അതിനാൽ നല്ലതല്ല. അടുത്തത് 600 FC പോയിന്റുകൾ. നിർഭാഗ്യവശാൽ ഇപ്പോഴും സ്വർണ്ണ പന്തിന്റെ സൂചനകളൊന്നുമില്ല. അതെ, നമുക്ക് 130 മുതൽ 117 വരെ ഗ്രേഡബിൾ ഉണ്ട്. അതൊരു നല്ല ഗ്രേഡബിൾ ആയിരിക്കുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ. പിന്നെ കാര്യമാക്കേണ്ട, ഇത് ഒരു 14 സെന്റർ ബാക്കാണ്. അത് നല്ലതല്ല. ഇത് ഒരു സ്വർണ്ണ പന്താണ്. ദയവായി കളിക്കാരനാകൂ. എനിക്ക് ഇതുവരെ കളിക്കാരനെ നേരത്തെ ലഭിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ഇത് കളിക്കാരനായിരിക്കണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. ഇത് കളിക്കാരനാണോ? ഒരിക്കലും. ഇത് ഒരിക്കലും കളിക്കാരനല്ല. ഇത് എല്ലായ്പ്പോഴും ഡ്രാഫ്റ്റ് വൗച്ചറുകളാണ്. സങ്കല്പിക്കുക സുഹൃത്തുക്കളെ, നമുക്ക് അതിനായി സെൻ 180 ലഭിച്ചാൽ അത് 900 FC പോയിന്റുകൾ മാത്രമായിരിക്കും. എന്തായാലും നമുക്ക് 5 ഡ്രാഫ്റ്റ് വൗച്ചറുകൾ ലഭിച്ചു. ശരി, അടുത്തത് 1600 FC പോയിന്റുകളായിരിക്കും. വരൂ, ഇത് ഇപ്പോഴും സ്വർണ്ണ പന്തല്ല. ശരി ശരി മനുഷ്യ, നമുക്കത് നേരത്തെ ലഭിക്കുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ. നമുക്ക് സൺ 80 നേരത്തെ ലഭിക്കുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു. വരൂ മനുഷ്യ, സൺ 80 വരൂ. അത് നല്ലതല്ലെന്ന് ഞാൻ കരുതുന്നു. നല്ലതല്ലെന്ന് ഞാൻ കരുതുന്നു. 100%. അതെ, ഇത് വെറും 800 റാങ്കപ്പ് ടോക്കണുകളാണ്. വരൂ, 4500 FC പോയിന്റുകൾ. ഒരുപക്ഷെ ഇല്ല ഇല്ല ഇല്ല, ഇത് അതല്ല. ഞങ്ങൾക്ക് 500 റാങ്കപ്പ് പോയിന്റുകൾ ലഭിച്ചു. ശരി, ഞാൻ 65 FC പോയിന്റുകൾക്കായി പോകട്ടെ. ദയവായി ഗോൾഡൻ ബോൾ ആകൂ. ഇല്ല, ഒരിക്കൽ കൂടി സുഹൃത്തുക്കളെ, ഞാൻ ഇതുവരെ 5 ബോക്സുകളും തുറന്നിട്ടുണ്ട്. ഓരോ തവണയും എനിക്ക് അവസാന FC പോയിന്റിലേക്ക് പോകേണ്ടി വന്നു സുഹൃത്തുക്കളെ. അതായത് ഇത് അന്യായമാണ്. ഇത് അന്യായമാണ്, പക്ഷേ അത് അങ്ങനെയാണ്. ഒടുവിൽ 10000 FC പോയിന്റുകൾ. വ്യക്തമായും ഞങ്ങൾക്ക് ഗോൾഡൻ ബോൾ ഉണ്ട്. ഷോട്ടുകൾക്കായി ഞാൻ ഇനി വ്യാജമായി പ്രതികരിക്കാൻ പോലും പോകുന്നില്ല, കാരണം അത് ഇപ്പോൾ വ്യക്തമാണ്. നിങ്ങൾക്കറിയാമോ, അവസാന പാക്കിലേക്കും അർജന്റീനിയൻ റൈറ്റ് ബാക്കിലേക്കും ഐഗണിലേക്കും പോകുന്നു. മികച്ച പ്രതികരണം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല, കാരണം ഇതിനായി ഞാൻ 30000 FC പോയിന്റുകൾ ചെലവഴിച്ചു.